വർഷം 1951 USA ടൈംസ് സ്ക്വയറിൽ ഏകദേശം ടൈം 11 മണിയായിട്ടുണ്ട്. അവിടെ അപൂർവമായി ഒരാളെ കാണുകയാണ് അവിടുത്തെ ജനങ്ങളെല്ലാം. 1800കളിൽ ആൾക്കാർ എങ്ങനെ ഡ്രസ്സ് ധരിക്കുന്നുവോ അതേപോലെയായിരുന്നു അദ്ദേഹം ഡ്രസ്സ് ധരിച്ചിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല 1800കളിൽ എങ്ങനെയാണ് ആൾക്കാരെ ഹെയർ സ്റ്റൈൽ കാര്യങ്ങൾ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡ്രസ്സ് അപൂർവങ്ങളിൽ അപൂർവമായി കിട്ടുന്ന ഒരു ഡ്രസ്സായിട്ടായിരുന്നു 1950കളിൽ അവർ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഡ്രസ്സ് ധരിച്ചിട്ടുള്ള ഒരാളെ കണ്ടതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളെല്ലാം അതിശയത്തോടെയായിരുന്നു ഇയാളെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല അവിടെയുള്ള ആളുകളെയും അതുപോലെ തന്നെ ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങളെല്ലാം അമ്പരന്നിട്ടായിരുന്നു ഇയാൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ ഇതൊക്കെ കണ്ടപ്പോൾ ഇയാൾ അവിടെ നിന്നും ഓടുകയാണ്. ഇദ്ദേഹം ഓടി അവിടെ നിന്നും റോഡ് ക്രോസ് ചെയ്യുന്ന ടൈമിൽ ഒരു വാഹനം ഇദ്ദേഹത്തെ വന്ന് ഇടിച്ചതിന് ശേഷം ഇദ്ദേഹം അവിടെ നിലത്ത് മറന്നടിച്ച് വീഴുന്നുണ്ട്. അതുമാത്രമല്ല ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും ധാരാളം രക്തം ബ്ലീഡ് ചെയ്ത് പുറത്തോട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും ഇദ്ദേഹം രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, ഇദ്ദേഹം മരണപ്പെടുകയാണ്. ഈ കാര്യങ്ങളെല്ലാം പോലീസിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് നേരെ വന്നു. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ ബോഡി നേരെ പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്നുണ്ട്. അതുമാത്രമല്ല പോലീസുകാർ ഇദ്ദേഹത്തിന്റെ ആരാണ് ഇദ്ദേഹം, അതുപോലെ തന്നെ ഇദ്ദേഹം എവിടെയാണ് ഉള്ളത് എന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിന്റെ ബോഡിയിൽ നിന്നും കിട്ടിയ ഡ്രസ്സ് പരിശോധിച്ച് നോക്കുകയാണ്. പരിശോധിച്ച് നോക്കുമ്പോഴാണ് പോലീസുകാർക്ക് അതിശയത്തോടെ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹത്തിന്റെ ഡ്രസ്സുകൾ പരിശോധിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമിൽ അതിൽ നിന്നും ഒരു ടോക്കൺ കോയിൻ ലഭിക്കുകയാണ്. ഒരു ബീർ വാങ്ങിക്കാനുള്ള ഒരു ടോക്കൺ കോയിൻ ആയിരുന്നു. അതിൽ ആ ബാറിന്റെ പേരും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അത് നോക്കിയപ്പോൾ പോലീസുകാർ അക്ഷരാർത്ഥത്തിൽ ഒന്ന് നെട്ടിപ്പോയി. 100 വർഷങ്ങൾക്ക് മുമ്പ് യൂസ് ചെയ്യുന്നതായിരുന്നു ആ കോയിന്. ഇപ്പോൾ അങ്ങനെ ആ കോയിനും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഈ ബാർ എവിടെയാണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടി ആ സ്ഥലത്തുള്ള ആളുകളെ പോലീസുകാർ നിയമിക്കുന്നുണ്ട്. പക്ഷേ ഈ ബാർ പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നീട് പോക്കറ്റ് തപ്പി നോക്കുമ്പോഴാണ് അവർക്ക് കിട്ടിയത് ഒരു കുതിര വാഷ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ടോക്കണും കൂടി പോലീസുകാർക്ക് കിട്ടുകയാണ്. ഇന്നേ കാലത്ത് ആരും കുതിരകളെ വാച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കാറില്ല. ഇപ്പോൾ എല്ലാവരും കാറും കാര്യങ്ങളൊക്കെ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല $70 കൂടി അയാളെ പോക്കറ്റിൽ നിന്ന് പോലീസുകാർക്ക് കിട്ടി. ആ ഡോളർ ആണെങ്കിൽ പുതിയ ഡോളറാണ്. പക്ഷെ അതിനുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ പോലീസുകാർ നോക്കിയപ്പോഴാണ് പോലീസുകാർ അക്ഷരാർത്ഥത്തിൽ നെട്ടിപ്പോയത്. 1870 അടിച്ച നോട്ടുകളായിരുന്നു അയാളെ പോക്കറ്റിൽ നിന്ന് പോലീസുകാർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് പോലീസുകാർ പോക്കറ്റ് തപ്പിയ ടൈമിലായിരുന്നു അവർക്ക് ഒരു ബിസിനസ് കാർഡ് ലഭിച്ചത്. ആ ബിസിനസ് കാർഡിൽ അദ്ദേഹത്തിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നേരെ ആ അഡ്രസ്സിലോട്ട് പോകുന്നുണ്ട്. ആ അഡ്രസ്സിൽ അയാളെ പേരും കാര്യങ്ങളും ആ ബിസിനസ് കാർഡിൽ ഉണ്ടായിരുന്നു. ആ പേര് ആയിരുന്നു റൊണാൾഡ് ഫ്രിഞ്ച് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ നേരെ ആ സ്ഥലത്തോട്ട് പോയി നോക്കുന്ന ടൈമിൽ അങ്ങനെയുള്ള ഒരാളും കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ അകത്തെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് പോലീസുകാർ റെഡിക്ക് നെട്ടിപ്പോയിട്ട് 1870 കാലഘട്ടങ്ങളിൽ ഇദ്ദേഹം അവിടെ നിന്ന് കാണാതായി പോയതാണ് എന്ന രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം പോലീസുകാർക്ക് കിട്ടുകയാണ്. അന്നത്തെ കാലത്ത് അമേരിക്കയിലുള്ള ജനങ്ങളെല്ലാം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 1970 കാലഘട്ടങ്ങളിൽ അമേരിക്കയിലെ ജനങ്ങളെല്ലാം മുഴുവനായിട്ട് ഈ റൊണാൾഡിന്റെ കാര്യങ്ങളെല്ലാം അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ടൈം ട്രാവൽ ചെയ്യാൻ പറ്റും എന്ന കാര്യം അന്നാണ് എല്ലാവരും അറിയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിന്റെ അന്വേഷണം കാര്യങ്ങളും പോലീസുകാർ നടത്തുകയാണ്. ഈ കാർഡിലുണ്ടായ അഡ്രസ്സിലോട്ട് പോലീസുകാർ പോയ ടൈമിൽ അവിടെ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ കഴിഞ്ഞത്. അതിന്റെ ഓണറിനെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ച ടൈമിൽ പോലീസുകാരോട് ഇയാൾ പറഞ്ഞത് അങ്ങനത്തെ ആളെ എനിക്ക് അറിയില്ല എന്നായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ അഡ്രസ്സും കാര്യങ്ങളും വെച്ചിട്ട് പോലീസുകാർ നോക്കിയ ടൈമിൽ ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ടെലിഫോൺ ലൈനിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പോലീസുകാർ അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് പോലീസുകാർക്ക് അവിടെ ഒരു പേര് കിട്ടുന്നത്. റൊണാൾഡ് ഫ്രിഞ്ച് ജൂനിയർ എന്നായിരുന്നു. അപ്പോൾ ഇതേ പേരിന് സാമ്യമുള്ളത് കൊണ്ട് തന്നെ അയാളുടെ അടുത്തോട്ട് പോലീസുകാർ പോവുകയാണ്. അയാളുണ്ടായ അഡ്രസ്സും കാര്യങ്ങളെല്ലാം തപ്പിപ്പിടിച്ച് പോലീസുകാർ പോയ ടൈമിൽ അവിടെ വേറെ ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അവരോട് ഈ റൊണാൾഡ് ഫ്രിഞ്ച് ജൂനിയറെ പറ്റി ചോദിച്ചപ്പോൾ ടൈമിൽ ഇവർ പറഞ്ഞു കുറച്ചു കാലം എൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് 60 വയസ്സിന് മുകളിലായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അയാൾ കമ്പനിയിൽ നിന്ന് റിട്ടയർഡായി പോവുകയാണ് ചെയ്തത് എന്ന് പറയുകയാണ്. ഈ റൊണാൾഡ് ഫ്രിഞ്ച് പോയ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പോലീസുകാരെടുത്തിട്ട് അവിടെ പോയി നോക്കുന്ന ടൈമിലായിരുന്നു കണ്ടത് അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് പോലീസുകാർ റെഡിക്ക് നെട്ടിപ്പോയത്. ഈ റൊണാൾഡ് ഫിഞ്ചിന്റെ മകനാണെങ്കിൽ ഇയാൾ ട്രെയിൻ ട്രാവൽ ചെയ്തിട്ടാണ് ഈ ടൈംസ് സ്ക്വയറിലോട്ട് വന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവിടെയുള്ള ജനങ്ങൾക്കും അതുപോലെ തന്നെ പോലീസുകാർക്കും ചെറിയ രീതിയിലുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ അടിക്കാൻ തുടങ്ങിയാണ്. അതായത് 1800കളിൽ ഒരാൾ എങ്ങനെയാണ് ഡ്രസ്സ് ധരിച്ചത് അതേ രീതിയിലുള്ള ഡ്രസ്സും അതുപോലെ തന്നെ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ റൊണാൾഡ് ഫിഞ്ച് എന്ന് പറയുന്ന ഇയാളുടെ ശരീരത്തിൽ തന്നെ ഉണ്ടായിരുന്നത്. അന്നത്തെ കാലത്ത് വളരെയധികം വലിയ രീതിയിൽ ചർച്ചാ വിഷയമായ ഒരു കാര്യമായിരുന്നു ഈ റൊണാൾഡ് ഫിഞ്ചിന്റെ കാര്യങ്ങൾ.
ഇപ്പോഴും അതുപോലെ തന്നെ നമ്മൾ ഗൂഗിളിലെല്ലാം സെർച്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ടൈമിലൊക്കെ ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗൂഗിളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിൽ നല്ല വീഡിയോ ആയി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഫ്താബ്.